സോ ഗൈസ് ഞാൻ എൻ്റെ പി സിയുടെ ഒരു അപ്ഡേറ്റ് കൂടെ തരാൻ ഞാൻ പറഞ്ഞില്ല. എൻ്റെ പി സി എന്ന് വെച്ചാൽ മെയിൻ പി സി അല്ല, ഞാനൊരു ഒരു ഒരു ബീസിനെ ബിൽഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ. അത് എനിക്ക് അത് ഇന്ത്യയിൽ 1 of 1 ആയിരിക്കും അങ്ങനത്തെ ഒരു സ്പെക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത്. ആൻഡ് അതൊരു ഭയങ്കര ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റിലാണ് പണിയുന്നത്. ആ ഒരു പി സി എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പകുതി വരെ ഒരു സാധാരണ ഞാൻ 5.4 ആണ് എൻ്റെ ഹൈറ്റ്. അപ്പോൾ ഒരു ആളുടെ പകുതി വലുപ്പം ഉണ്ടാവും. ആ ഒരു ഹൈറ്റൊക്കെ ഉള്ള ഒരാളുടെ പകുതി വലുപ്പം ഉണ്ടാവും. ആൻഡ് അതിൽ 2 മദർ ബോർഡ്, 2 ഗ്രാഫിക്സ് കാർഡ്, 4 സെറ്റ് ഓഫ് റാം, 2 പ്രൊസസ്സർ, ഇത്രയായിരിക്കും അത് ബിൽഡ് ചെയ്യുന്നത്. പ്ലസ് വാട്ടർ ലൂപ്പാണ് ഞാൻ പണിയുന്നത്. സോ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് സ്ട്രീമിങ്ങും റെക്കോർഡിങ്ങും ആക്ച്വലി അതിനകത്ത് ഒരു GPU നിന്നും ഇതിൽ നിന്നും മാത്രമേ പോകത്തുള്ളൂ. സാധാരണ എല്ലാവരും സ്ട്രീമിംഗ് ബി സി എന്ന് പറയുന്ന സാധനം 2 ക്യാബിനറ്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്യണം, മനസ്സിലായ? 2 ക്യാബിനറ്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്യണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനറ്റിൽ തന്നെ 2 PCയാണ്. ഒരു ക്യാബിനറ്റിൽ തന്നെ 2 സിസ്റ്റംസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു വാട്ടർ ലൂപ്ഡ് ആണ്. അത് കൂടാതെ എന്താ പറയുക, ഞാനിപ്പോൾ ലൈവ് ഇടുകയോ ഞാനിപ്പോൾ റെക്കോർഡിങ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഒരു കാർഡിൽ നിന്നും ഒരു പ്രൊസസ്സറിൽ നിന്നും ഒരു റാമിൽ നിന്നും മാത്രമായിരിക്കും അതിൻ്റെ ലോഡ് വലിക്കുന്നത്. ഇപ്പം ഞാൻ ഗെയിം കളിക്കുന്നത് മാത്രം അടുത്ത് ചെയ്യുന്നത്, അത് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് എനിക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ല, ഞാൻ അല്ലാതെ എഡിറ്റിങ്ങും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനും എല്ലാം കൂടെ വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ GTA 6 ഒക്കെ ഇറങ്ങുമ്പോൾ വലിക്കേണ്ടടാ എല്ലാം. GTA 6 ഒക്കെ ഇറങ്ങുമ്പോൾ വലിക്കണ്ടേ. പിന്നെ ഒരു കാർഡ് 5090യും ഒരു കാർഡ് 5080യും ആണ്. 2 കാർഡാണ് അതിൽ വരുന്നത്. മെന്നി ചേട്ടൻ്റെ പോലെ അല്ല, മെന്നി 2 PC ഉപയോഗിക്കുന്നത് ബ്രോ. ഞാൻ എൻ്റെ ഇതെല്ലാം ഒരു ക്യാബിനറ്റിനകത്ത് ഇൻക്ലൂഡിങ് വാട്ടർ, വെള്ളത്തിനകത്തായിരിക്കും വരുന്ന സെറ്റപ്പ്. പവർഡ് ബൈ നിയോ ടോക്കിയോ. അതെ നിയോ ടോക്കിയാണ് ബിൽഡ് ചെയ്യണത്. അപ്പോൾ അത് ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കിന് ബിൽഡ് കഴിയും. ട്രാൻസ്ഫോമർ കത്തിക്കുമെന്നോ? അതെങ്ങനെ നോക്കിയാലും കാണും, 4000 വോട്ട്സ് ഉണ്ടാവും. അയ്യോ, അതെങ്ങനെ ഓടിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഗോൾഡ് ഫിഷ് ടാങ്ക് ആകുമ്പോൾ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. വെൽക്കം. കോസ്റ്റ് ഞാൻ ബിൽഡെല്ലാം കഴിയുമ്പോൾ പറയാം ഗൈസ്. ഇത് ആക്ച്വലി എനിക്ക് പൈസ കൊടുക്കണ്ടായത്. ഇത് എനിക്ക് നിയോ ടോക്കിയോയുടെ സൈഡിൽ നിന്ന് അവർ ബിൽഡ് ചെയ്ത് തരുന്ന PC ആണ്. ഇത് ഞാൻ പൈസ കൊടുത്ത് മേടിക്കണതല്ല. പക്ഷെ അതിൻ്റെ കോസ്റ്റ് എത്രയാവുമെന്ന് അവരെൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ കറണ്ടിലുള്ള PC ഞാൻ മദർ ബോർഡും പ്രൊസസ്സറും റാമും മാറ്റി. അത് ഇപ്പം നാളെ കിട്ടും. ഞാൻ നാളെ എറണാകുളത്തോട്ട് തിരിച്ചു പോകും. അത് എറണാകുളത്ത് കൊണ്ട് വെക്കും. ഞാനിത് ഇവിടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല നെറ്റൊക്കെ വരുമായിരിക്കും. അപ്പോൾ വരുമ്പോഴത്തേക്കിന് ഇതെൻ്റെ വീട്ടിൽ ഞാൻ പറയാം, നമ്മൾ ഇത്രയും നാൾ വർക്ക് ചെയ്തത് ഈ ഒരു ഫീൽഡിലാണല്ലോ. അപ്പോൾ കുറച്ച് നാളോടെ കഴിയുമ്പം ഇപ്പം ആരൊക്കെയോ പറയണമായിട്ട് എനിക്കിപ്പോൾ ഉടനെ വേറെ എന്തെങ്കിലും പണി നോക്കേണ്ടി വരുമെന്ന്. അപ്പോൾ എഡിറ്റൊക്കെ ചെയ്തൊക്കെ ആണെങ്കിലും ജീവിക്കാം. ഞാൻ ബൈ പ്രൊഫഷൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഉടനെ TV പൂട്ടുമെന്നൊക്കെയാണ് വെളിയിലുള്ളൊരു സംസാരം. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ നല്ലൊരു PC ഒക്കെ ബിൽഡ് ചെയ്ത് നമുക്ക് എഡിറ്റിങ്ങിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു നല്ല PC ബിൽഡ് ചെയ്ത് വീട്ടിൽ വെച്ചേക്കാം. നാളെ ഇത് TV ഒക്കെ പൂട്ടേണ്ട വന്നാൽ എനിക്ക് കഞ്ഞി കുടിക്കാൻ എന്തെങ്കിലും വക വേണമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു PC ബിൽഡ് ചെയ്യണത് ഗൈസ്. വേറെ ഒന്നിനും കൊണ്ടല്ല, ഈ ഒരു PC അതിന് വേണ്ടിയിട്ടാണ് ബിൽഡ് ചെയ്യണത്. ഇപ്പം ഒരു പണിക്കും പോകാത്ത കുറേ അവന്മാർ ചോദിക്കും RP കളിക്കാൻ എന്തിനാണ് ഇത്രയും വലിയ സ്പെക്ക് എന്ന്. ഞാനിത് RP കളിക്കാൻ വേണ്ടിയിട്ടല്ല ബിൽഡ് ചെയ്യണത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, RP കളിക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിൽ ഏകദേശം നാട്ടിലൊരു 5090, ഇവിടെ ഒരു 5090, എറണാകുളത്തൊരു 5080, ദുബായിലൊരു 5090, എല്ലാം കൂടി RP കളിക്കാൻ ഏകദേശം എനിക്ക് കുറേ ഉണ്ട്. പിന്നെ ഒരു പണിക്കും പോകാത്തവന്മാർ അങ്ങനെ ഇരുന്ന് പറയും, മനസ്സിലായ?